ഈ ഒരു ഫ്ലേവറിലും രുചിയിലും അട കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു ടേസ്റ്റിൽ അട കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അട പുഴുങ്ങി കഴിക്കില്ല. ഈ ഒരു മെത്തേഡിൽ തന്നെ പിന്നെ എപ്പോഴും അട ഉണ്ടാക്കി കഴിക്കുള്ളൂ. അത്രയും ടേസ്റ്റ് ആട്ടോ ഈ ഒരു അടയ്ക്ക്. അപ്പൊ വീഡിയോ കണ്ടാലോ? ഹായ്, അമല സ്വാമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ദേ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒരു വെറൈറ്റി അട തന്നെയാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം, അത്രയും ടേസ്റ്റ് ആണ്. അപ്പം ഞാൻ എടുക്കുന്നത് അരിപ്പൊടിയാണ്. അത് വറുത്ത അരിപ്പൊടി, നമ്മൾ പത്തിരി അടയൊക്കെ ഉണ്ടാക്കുന്ന അതേ സാധാരണ അരിപ്പൊടി. അപ്പോൾ അതൊരു 4 അടയ്ക്കുള്ള പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കേരളത്തിന് പുറത്തുള്ളവരും അതേപോലെ എന്താ പറയുക, പ്രത്യേകിച്ചും ഗൾഫുകാരും കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അട. അപ്പം അത് നിങ്ങൾ ഈ ഒരു ഫ്ലേവറിൽ ഉണ്ടാക്കി കൊടുത്തു നോക്ക്, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഞാൻ ദേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം തിളച്ച വെള്ളം തന്നെ ഈ അടയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അട ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും കേട്ടോ, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാണ്. അപ്പം നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന വിധത്തിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൂട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ചൂടാറുന്നതിനും ആ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട അടയുടെ ഉള്ളിൽ വെക്കുന്ന ആ ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. നമ്മളീ പുറത്ത് പോയി കഴിഞ്ഞാൽ എണ്ണക്കടികൾ കഴിക്കുന്നിടത്ത് തട്ടുകടയിലൊക്കെ അട ഉണ്ടാവും. ഇലയട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട അട. അത് പക്ഷേ പുഴുങ്ങിയ അടയായിരിക്കും കേട്ടോ. പക്ഷെ ആ അടയ്ക്കും നല്ല ഡിമാൻഡാണ് കേട്ടോ. അട കൊണ്ടുവയ്ക്കുന്നതേ കാണുള്ളൂ, പിന്നെ അത്രയും ചിലവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത്തിരി നേരം കൊണ്ട് നമ്മളെ ഇലയട കഴിയും. അതേപോലെ ഉഴുന്നുവടയും ബോണ്ടയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഇലയട കഴിഞ്ഞിട്ടുണ്ടാവും. സാധാ ഇലയുടെ ആയിട്ട് ഇങ്ങനെ. അപ്പം ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിലേക്ക് ഒരു 3 സ്പൂണ്, വലിയ സ്പൂണ് ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുക. നമുക്കത് വിളയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ ഈ വിളയിക്കുന്നതിൽ നമ്മൾ ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഈ അടയുടെ ഫ്ലേവറിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ദേ 3 വലിയ സ്പൂൺ തന്നെ ശർക്കര പൊടിച്ച് വേഗം അലിഞ്ഞ് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർക്കുന്നത്. അപ്പോൾ ദേ നന്നായി അലിഞ്ഞ് റെഡിയായി ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ, ഒരു 2 ഏലക്കായ പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചുക്ക്, പിന്നെ കുറച്ച് ജീരകം. ഇതാണ് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഇട്ട് കൊടുത്താണ്ടല്ലോ ഇപ്പം തന്നെ മണം വരാൻ തുടങ്ങി. അത് ഇളക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മണം അങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് കേട്ടോ. ചുക്ക് മസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ജീരകം ഒഴിവാക്കിയാലോ അല്ലെങ്കിൽ ഏലക്കായ, ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഏലക്കായോ ജീരകമോ ഒഴിവാക്കിയാലും ചുക്ക് ഒഴിവാക്കരുത്. ചുക്ക് അത്രയും മസ്റ്റാണ്. അതാണ് ഇലയടയുടെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഒരു പ്രത്യേക മണവും ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ഇലയടയ്ക്ക്. നമ്മൾ ആ അടയുണ്ടല്ലോ പൊട്ടിച്ചിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ അത് എന്ത് അടയാണെന്ന് ചോദിക്കും. അത്രയും ഒരു പ്രത്യേക മണമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരിക കേട്ടോ. അതായത് അത്രയും മണം അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോവും. അത്രയും ടേസ്റ്റുമാണ് അതിന്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളിതേ പൊടിയൊക്കെ ഞാൻ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇല കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്, അതിലേക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ ഈ പരത്തുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളം ഉണ്ടല്ലോ, തണുത്ത മീൻസ് സാധാരണ വെള്ളം, പച്ചവെള്ളം അത് എടുത്തിട്ടുണ്ട് ഞാൻ. ഒന്ന് കൈ തൊട്ടിട്ട് പരത്തി കൊടുക്കുക. അപ്പം നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ വേഗം വേഗം നമുക്ക് പരത്തി നീക്കി കൊടുക്കാം. നമ്മൾ നന്നായി കനം കുറച്ച് തന്നെ പരത്തണം കേട്ടോ. ഒരുപാട് കനം കുറയ്ക്കരുത്. അങ്ങനെ കനം കുറച്ച് കഴിഞ്ഞാൽ അട പൊട്ടിപ്പോവും. എന്നാലും മാക്സിമം നമ്മൾ കനമില്ലാത്ത വിധത്തിൽ, നല്ല കട്ടിയായി കഴിഞ്ഞാൽ അടയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ കനം കുറച്ചെടുക്കുക. നമ്മൾ പുറത്തുള്ള ആൾക്കാരൊക്കെ വെക്കേഷനോ ഒക്കെ നാട്ടിലെ വിരുന്ന് വരിക, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്ക്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികളൊന്നും അട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കില്ല, പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അട. അപ്പോൾ ഈ ഒരു അട ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കും. ഇത് പുഴുങ്ങല്ല കേട്ടോ.
അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് എന്താ ചെയ്യണമെന്ന് അറിയുള്ളൂ. അപ്പോൾ ദേ കണ്ടോ, ഞാൻ കനം കുറച്ചിട്ട് ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പരത്തിയതിൻ്റെ ഒരു നിഴലൊക്കെ കാണുന്നില്ലേ ഇലയുടെ, അപ്പോൾ ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഇലയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോരും. അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞാൽ പൊട്ടിയും പോരും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പാകത്തിൽ കാണിച്ചു തന്നത്. ഇനി നമുക്ക് ആ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൈ കൊണ്ട് വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം കട്ടി രൂപത്തിലാണ് വിളയിച്ചെടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ രൂപത്തിൽ വിളയിച്ചില്ലെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് വിളയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അട ഉണ്ടാക്കി വരുമ്പോഴത്തേനും അത് ഒലിച്ചിറങ്ങും ശർക്കര. അപ്പോൾ ഒലിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഫ്ലോ അങ്ങ് പോവും. കാരണം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ നീര് ഒഴുകി വരിക കയ്യിലൊക്കെ ആവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കറക്റ്റായി നമുക്ക് അത് കഴിക്കേണ്ട ആ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം കുറച്ച്, അതായത് വെള്ളം ഉരുക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വിരലുകൊണ്ട് അങ്ങനെ കൈ കൊണ്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇടയിൽ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ചുട്ട് വരുമ്പോൾ അതിൻ്റെ നമ്മൾ അട കഴിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ എല്ലാവിടേക്കും മധുരവും ഫ്ലേവറും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ പാനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള പാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി കുക്കായി കിട്ടും. പിന്നെ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ചുടാനാണ് പോകുന്നത്, പുഴുങ്ങല്ല. അതാണ് ഈ അടയുടെ മറ്റൊരു പ്രത്യേകത. എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റാണ് ഈ ഒരു അട ചുട്ടെടുക്കുമ്പോൾ. നമുക്ക് പുഴുങ്ങിയെടുക്കാം, സിമ്പിളായിട്ട് പുഴുങ്ങിയെടുക്കാം, പെട്ടെന്നാവും. എല്ലാ അടയും കൂടെ ഒന്നിച്ച് ഒറ്റ പുഴുങ്ങൽ പുഴുങ്ങാം. പക്ഷെ ആ ഒരു ടേസ്റ്റ് അല്ല ഇതിൻ്റെ ടേസ്റ്റ്. ഇത് ചുട്ടെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ഇല പൊന്തിക്കുമ്പോൾ കണ്ട വിട്ടുപോരുന്നത് ഇതേപോലെ വിട്ടു പോരണം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ അട എന്താ പറയുക ബലം വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുക്കുക. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എടുക്കാം. പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ആ മടക്കിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇലയമൊന്ന് പോരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലക്കർ വെച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അടിഭാഗം കറക്റ്റായിട്ട് ചൂട് തട്ടുമ്പോൾ ഇല ഇങ്ങോട്ട് പോരും കേട്ടോ. ഇപ്പോൾ കണ്ട ആ ചൂട് ഇങ്ങനെ തട്ടിയപ്പോൾ നമുക്ക് ഇല എടുക്കുമ്പോൾ കറക്റ്റായിട്ട് പോരും. ചിലവർക്ക് നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ പത്തിരിച്ചട്ടിയിലൊക്കെയാണ്, അല്ലെങ്കിൽ ഊട്ടുകലം എന്നൊക്കെ പറയും, അതിലാണ് ഈ അട ചുട്ടെടുക്കുക. ഇവിടെ ഊട്ടുകലമൊന്നുമില്ല. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇതുപോലെ അട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചുട്ടെടുക്കുക. അപ്പം നമ്മുടെ ഇതേ അട റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നല്ല, നല്ല ചൂടാണ്. അപ്പോൾ പൊട്ടിച്ചെടുക്കുമ്പോൾ കണ്ടോ പുക വരുന്നത് കണ്ടോ, നല്ല ചൂടുണ്ട്. ചൂടോടൊക്കെ ഞാൻ എടുത്തത്. ഇനി ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, അതും കൂടെ വരുന്നുണ്ട്. അത്രയും മണമാണ്. അപ്പോൾ നിങ്ങളിത് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഫില്ലിങ്സിന് ഒരു ഇളക്കം തട്ടിയിട്ടില്ല, അതായത് ശർക്കര ഒലിച്ചിറങ്ങിയിട്ടില്ല. അങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ നമ്മൾ കയ്യിലേക്കൊക്കെ ആകുമ്പോൾ ഒരു നമ്മളുടെ കഴിക്കുന്ന ആ ഒരു സുഖം കൂടി പോകും. ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലേ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. നമ്മൾ എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയില്ല, അതുപോലെയൊക്കെ പറയാം. കാരണം ആ മണം കേട്ടിട്ട് എന്താ പറയുക, ഇതെന്താണ് ടേസ്റ്റ് എന്ന് മനസ്സിലാവില്ല. കാരണം നമ്മൾ ചുക്കാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ അത് ചുക്കാണോ എന്തിൻ്റെയാണ് ആ ഫ്ലേവർ എന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയും ടേസ്റ്റാണ്. ആ ചുക്കിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇട്ടത്. പക്ഷെ അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ കണ്ടില്ലേ, അതെല്ലാം എവിടെയെങ്കിലും പരന്ന പോലെ ഇരിക്കുന്നില്ലേ, പക്ഷെ ഒലിച്ചിറങ്ങില്ല. ഇപ്പോൾ കാണുന്നില്ലേ അട, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രുചിയിൽ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അട പുഴുങ്ങി കഴിക്കില്ല, ചുട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രുചിയിലും മണത്തിലും അട നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ അട ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അത് മാത്രമല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുള്ളൊരു അടയാണ്. പനിയും ജലദോഷമൊക്കെ ആയ കാരണം ശബ്ദമൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.